ലൈംഗിക ആരോപണങ്ങളിൽ മലയാള സിനിമയിൽ ഇന്ന് രണ്ട് പ്രമുഖരുടെ രാജിയാണ് നമ്മൾ കണ്ടത്. AMMA ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്തും രാജിവെച്ചു. ഇപ്പോൾ രാജിക്ക് പിന്നാലെ നടൻ സിദ്ദിഖിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. വൈറ്റില സ്വദേശി പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നാണ് ആവശ്യം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, സിദ്ദിഖിനെതിരെ മാത്രമല്ല രഞ്ജിത്തിനെതിരെയും ഇത്തരത്തിൽ കേസെടുക്കണമെന്നൊരാവശ്യമാണ് ഈ പരാതിയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? വിനീത, അങ്ങനെ തന്നെയാണ്. രണ്ട് പരാതികളാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ വൈറ്റില സ്വദേശിയായ TP അജികുമാറാണ് ഈ രണ്ട് പരാതിയും നൽകിയിരിക്കുന്നത്. ഇതിൽ ഒന്ന് ഏറ്റവും ഗുരുതരമായ പരാതി അത് സിദ്ദിഖിനെതിരെയാണ്. സിദ്ദിഖിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ ഒരു നടി സിദ്ദിഖിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൽ +2 കഴിഞ്ഞ സമയത്താണ് തനിക്ക് നേരെ സിദ്ദിഖ് ലൈംഗികാതിക്രമം നടത്തിയത് എന്നും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പ് ചുമത്തണം എന്നതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടെ ആരോപണത്തിൽ അതിലും കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നൊരാവശ്യവുമായി മറ്റൊരു പരാതിയും ഇതേ പരാതിക്കാരൻ തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പരാതി ലഭിച്ചോ എന്ന കാര്യത്തിൽ ഇതുവരെ പോലീസ് സ്ഥിരീകരണം വന്നിട്ടില്ല. നിരവധി പരാതികൾ അവിടെ ലഭിക്കുന്നുണ്ട്. ഇതിൽ ഈ പരാതികൾ ഉണ്ടോ എന്ന കാര്യം കൂടുതൽ പരിശോധിച്ച ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. എന്തായാലും നാളെ തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. ഇതിൽ രഞ്ജിത്ത് നടത്തിയ ലൈംഗികാതിക്രമം അത് കൊച്ചിയിൽ വെച്ചാണ് സംഭവം നടന്നത്. 2009 അതേസമയം തന്നെ സിദ്ദിഖിനെതിരായ ആരോപണത്തിൽ ഈ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. സ്വാഭാവികമായും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും പോലീസ് ഇതിലേക്ക് കടക്കുക, കേസെടുക്കുക തുടർന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് മറ്റ് നടപടിയിലേക്ക് കടക്കുക. ഇന്ന് രണ്ട് പരാതികൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നു. വിനീത, ശരി. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിന്റെ തുടർ നടപടികൾ എന്താകുമെന്ന് ആകാംക്ഷയോടെ നമ്മളും കാത്തിരിക്കുകയാണ്.